അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ഞായറാഴ്ച മണാശ്ശേരി വീട്ടിലൊക്കെ ഒന്ന് പോയി തിരിച്ച് വരുമ്പം ഒരു സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് കേട്ടോ ഇറങ്ങിയത്. ചക്കരയ്ക്ക് ഇന്ന് അവളുടെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഉച്ചയോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ സിനിമയാണെങ്കിൽ വൈകിട്ടാണ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയത്. മണാശ്ശേരിയിലെ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും അവിടെ എത്തി. പിന്നെ വില്ലിച്ചൻ്റെ വീട്ടിലൊന്ന് കയറാനുണ്ടായിരുന്നു, അവിടെ ഒന്ന് പോയി. പിന്നെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോരുന്നത്. പിന്നെ മണാശ്ശേരി വീട്ടിലെത്തിയപ്പോൾ മോളൂസിനെയും ചന്ദ്രുവിനെയും ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അവരൊക്കെ ഒന്ന് ഞായറാഴ്ചയും സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പൊക്കെ ആയത് കാരണം അവരൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയതായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി പോരുമ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ മണാശ്ശേരിക്ക് പോകുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നാട്ടിൻപുറം വഴികളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. ഗ്രാമവും ഗ്രാമഭംഗിയും ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അതിലൂടെയുള്ള ആ ഒരു യാത്രയൊക്കെ. കേട്ടോ. പിന്നെ ഇതേ വണ്ടിയിലിരുന്ന് അമ്മയും പിള്ളറും ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിലും ഞങ്ങൾ എന്തായാലും ഒരു 5-5:15 പടമായിരുന്നെങ്കിലും ഒരു 5 മണി 5:15 ആകുമ്പോഴത്തേക്ക് കഷ്ടിച്ച് അവിടെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ എന്തായാലും ഒന്ന് കാണാമെന്ന് കൂടെ വിചാരിച്ചു. ദൃശ്യം 1ഉം 2ഉം പോലെ തന്നെ ക്ലൈമാക്സ് ഉടനീളം ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയാണ് കേട്ടോ നമ്മൾ സിനിമ കണ്ടിരിക്കുന്നത്. പക്ഷേ ആ അവസാന ക്ലൈമാക്സ് അത് അടിപൊളിയാണ്. ആ ഒരു ഫീലെന്ന് പറയുന്നത് ഈ സിനിമയുടെ അവസാന അരമണിക്കൂറാണ് കേട്ടോ ഈ സിനിമ ഇത്ര ഹിറ്റാക്കിയത്. നമ്മൾ തുടങ്ങുമ്പോൾ വെറും ഒരു ഓഡിയൻസായിട്ട് മാത്രം ഇരുന്നിരുന്ന നമ്മൾ ഈ സിനിമ കഴിയുമ്പോൾ എന്താ പറയുക, ജോർജ് കുട്ടിയുടെ ഒരു ഫാമിലി ആയിട്ട് മാറുകയാണ് കേട്ടോ. പിന്നെ ദൃശ്യം കാണുമ്പം നമുക്കതൊരു സിനിമ മാത്രമായിട്ടല്ല കേട്ടോ, എവിടേക്കോ നമ്മുടെ ഫാമിലിയായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ഫീലും കൂടി നമുക്ക് തോന്നി. പിന്നെ പടം കണ്ടിറങ്ങിയ ശേഷം എന്താ പറയുക, പുറത്ത് നല്ല മഴ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഞായറാഴ്ച മഴയും യാത്രയും മനോഹരമായ കുറേ ഓർമ്മകളും ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ദൃശ്യം 2 അത് പിന്നെ കൊറോണ ടൈമിൽ അങ്ങനെ എന്തോ ആയതുകൊണ്ട് പിന്നെ അതിങ്ങനെ ലാപ്പിലാണ് അങ്ങനെയാണ് കണ്ടതെന്ന്. പിന്നെ ദൃശ്യം 1 അത് ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അത് കാണുമ്പോൾ ചക്കര അന്ന് 1ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. സഞ്ജു അതേപോലെ തന്നെ ചെറിയ കുട്ടിയായിരുന്നു, 5ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുന്ന സമയത്താണ് കേട്ടോ. പിന്നെ ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നത്തെ യാത്ര. ചില യാത്രകൾ ദൂരം കൊണ്ടല്ല, അവ സമ്മാനിക്കുന്ന നിമിഷങ്ങൾ കൊണ്ടാണ് അവസാനിക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ആയിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പം യാത്രയിലൂടെ നീളം ഞങ്ങൾ ഈ ജോർജ് കുട്ടിയുടെ കഥയും അതിലെ ഒരുപാട് ഭാഗങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു കേട്ടോ യാത്ര തിരിച്ചു പോകുന്നത്. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മുടെ മനസ്സിൽ തട്ടിയ കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിൽ അത് ആ തിയേറ്ററിൽ തീരില്ല, നമ്മുടെ ഈ യാത്രയിലുടനീളം കൂടെ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത് മക്കളെ തള്ളി പറയുന്ന ഒരച്ഛനെ അല്ല കേട്ടോ, കുടുംബം നിലനിർത്താൻ വേണ്ടി ലോകത്തോട് യുദ്ധം ചെയ്യുന്ന ഒരച്ഛൻ്റെ മനസ്സുകൂടിയാണ്. പിന്നെ പടമൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്കും എത്തി. ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ യാത്രയിലൊന്നും പിന്നെ വലിയ മഴയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുകയാണ്, വീഡിയോ ഒന്ന് സപ്പോർട്ടോടി ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.